ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇവർ വിവാഹിതരാൽ എന്ന പരമ്പരയുടെ ഒരു അപ്കമിങ് റിവ്യൂയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ അജയ് വളരെ സാഹസികമായിട്ട് നമ്മുടെ അച്യുതന്റെ കൊലയാളിയെ കണ്ടുപിടിക്കുകയും ഒപ്പം തന്നെ അജയുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരു സംഭവം നടക്കാനായിട്ടും പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അങ്ങനെ നമ്മുടെ അജയുടെ നിശ്ചയം, വിവാഹ നിശ്ചയം അജയ് പോലും അറിയാണ്ട് നമ്മുടെ സൗഭാഗ്യപുരത്തെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് നടത്തേണ്. കാരണം അജയ് ഒരു ഇച്ചിരി ഒഴിഞ്ഞു മാറലുണ്ടല്ലോ, അത് കണക്കിലെടുത്താണ് നമ്മുടെ മുത്തശ്ശി, സൗഭാഗ്യം മുത്തശ്ശി, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അജയുടെ അടുത്ത് ഒരു പൂജ ഉണ്ടെന്നും ആ പൂജയ്ക്ക് നീ ഇന്ന ഡ്രസ് കോഡ് ഉണ്ടെന്നും അതൊക്കെ ഇട്ട് വേണം വരേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പരിപാടിയിൽ എത്തുന്ന അജയ് മനസ്സിലാക്കിയാണ് എന്താന്ന് വെച്ചാൽ അന്ന് ഒരു പൂജയല്ല അവിടെ നടക്കുന്നത്. അത് മാത്രമല്ല ആ പൂജയിൽ എൻ്റെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നതെന്ന്. അങ്ങനെ ആ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അവരുടെ എല്ലാം മുത്തശ്ശിയുടെ എന്ന് വെച്ചാൽ ഒരു പൂജാരിയുടെ മുന്നിലാണെങ്കിലും മുത്തശ്ശി തല കുനിക്കരുത്, എൻ്റെ അമ്മയും അച്ഛനും തല കുനിക്കരുത്, അതോർത്ത് മാത്രം നമ്മുടെ അജയ് നിർബന്ധിതനായിട്ട് ഭൂമിയുടെ കൈകളിൽ ആ മോതിര വിരൽ അണിയേണ്ട ഒരു അവസ്ഥ വരെയാണ്. അജയ്ക്ക് എന്തോ വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം അജയ് ഓർക്കുകയായിരുന്നു നൈനയുമായിട്ടുള്ള ആ നിമിഷങ്ങൾ. അതായത് ആദ്യമായിട്ട് നൈനയുടെ അടുത്ത് ആ മോതിരം നൈനയുടെ കയ്യിൽ അണിയിക്കുന്നതും ആ ഒരു നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ അജയുടെ മനസ്സിൽ ഇങ്ങനെ കയറി വന്നിട്ടോ. അജയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇത് എന്ത് ചെയ്യും, ഇനി ഇതെങ്ങനെയാ, ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വിവാഹം നടത്താനാണ് മുത്തശ്ശി തീരുമാനിച്ചിരിക്കുന്നത്. അജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മുടെ അജയ് റൂമിലോട്ട് നേരെ കയറി പോവാണ് കേട്ടോ. ഇതേ സമയം അഞ്ജനയ്ക്കും ഭവാനിക്കും ഭയങ്കര സന്തോഷാവാണ്. അങ്ങനെ അഞ്ജന ചിരിച്ചുകൊണ്ട് ഭവാനിയുടെ അടുത്തൊക്കെ ചെല്ലണം. അങ്ങനെ ആ പരിപാടിയും ഫംഗ്ഷനൊക്കെ എല്ലാവരും ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു കേട്ടോ. പക്ഷെ എന്തോ സംഗീതയുടെ മനസ്സിൽ താൻ തൻ്റെ മകനെ പറ്റിച്ചില്ലേ എന്ന് വെച്ചാൽ അവൻ്റെ മുന്നിൽ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാണ്ട് അവനെ ഒളിച്ചല്ലേ ഞാൻ ഈ ഒരു ഫംഗ്ഷന് ഞാനും എല്ലാവർക്കും ഒപ്പം കൂട്ടുനിന്നത്. അവന് താല്പര്യമില്ലാത്ത പോലെയുള്ളൊരു നിശ്ചയമായിരുന്നു ഇത്. അങ്ങനെ സംഗീതയ്ക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അങ്ങനെ സംഗീത അജയുടെ റൂമിലോട്ട് പോവാണ്. ആ സമയം അജയ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. എന്നിട്ട് ആ കയ്യിൽ കിടന്ന മോതിര വിരൽ ഊരി ദൂരത്തേക്ക് അങ്ങ് എറിയണം. ഇത് കണ്ടാണ് നമ്മുടെ സംഗീത അകത്തോട്ട് കയറി പറഞ്ഞത്. അപ്പോഴേക്കും അജയ് സംഗീത അകത്ത് കയറിയതും ആ ഡോറങ്ങ് അടച്ചു. അമ്മ എന്ത് പണിയാ കാണിച്ചത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം അമ്മയും കൂടെ കൂട്ടി നിന്ന് എന്നെ ചതിച്ചില്ലേ, അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നോട് ഇത് ചെയ്യാന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയാണ്. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, ഞാനല്ല മോനെ, അമ്മയല്ലേ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നിന്റെ നല്ലൊരു ഭാവി, എൻ്റെ നല്ലൊരു ഭാവി, അമ്മ ഒന്നും മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ നയന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അമ്മയ്ക്ക് അറിയാലോ. അപ്പം സംഗീത പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ നമുക്ക് ആ നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് മോനെ നീ ഓർത്ത് ഇങ്ങനെ വർഷങ്ങൾ നിന്റെ പ്രായവും കളഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നിങ്ങനെ പറയൂട്ടോ. ആ സമയത്ത് നമ്മുടെ അജയ് പറയും, ശരിയാണ് അമ്മ പറഞ്ഞ ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ നയനെ. പക്ഷെ ഒരിക്കലും അഞ്ജനെ എനിക്ക് വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. അത് ഒരു കാരണമാണ്, അത് അമ്മ മനസ്സിലാക്കാത്ത എന്നാ എന്നിങ്ങനെ പറയാണ്. കാരണം എനിക്ക് അഭിരാമിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നത്. എനിക്ക് അഞ്ജനെ ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ മനസ്സിൽ പോലും അഞ്ജന എൻ്റെ മനസ്സിൽ പോലും ആ ഒരു സ്ഥാനത്ത് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്ക് സംഗീത പറഞ്ഞ പോലെ നമ്മൾ ഇനി എന്താ ചെയ്യുക? അപ്പം പറഞ്ഞു, അമ്മ സമാധാനപ്പെടും, ഞാൻ അതൊക്കെ വിവാഹം മുടക്കാനുള്ള എന്തെങ്കിലും വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുന്നത്. സംഗീതയ്ക്ക് ആകെ ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അന്നേ ദിവസം അജയും ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അജയ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സംഗീതയ്ക്കും ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ സംഗീത മാധവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അജയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അജയ് ഒരിക്കലും അഞ്ജനെ വിവാഹം കഴിക്കാൻ അവന് ഒട്ടും ഇഷ്ടമില്ല എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അജയ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ നേരെ ഭൂമിയുടെ അടുത്ത് ചെല്ലുകയാണ്. ഭൂമിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു വല്ലാത്ത ചിരിയും ഒരു വല്ലാത്ത നോട്ടമൊക്കെ. അപ്പൊ ഭൂമി ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ അജയ് സാറിനില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അജയ് അടുത്ത് ചെന്നിട്ട് ഭൂമിയുടെ അടുത്ത് പറയും, അതെ നല്ലൊരു കോഫി ഇട്ടുണ്ട്, അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വാന്ന് പറയും. തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതെ, നാളെ ഒരു സ്ഥലം വരെ പോണം. താൻ എൻ്റെ കൂടെ വരാവോ? നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി ചോദിച്ചു, എങ്ങോട്ടാ സാർ?
അതൊക്കെ ഞാൻ പറയാം. താൻ വരുവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ എന്നിങ്ങനെ പറയണ. എന്നിട്ട് ഒരു ചായയായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയാം. അങ്ങനെ ഭൂമി ചായയായിട്ട് നേരെ അജയുടെ ആ ക്യാബിനിലോട്ട് കയറി പോവാട്ടോ. അപ്പൊ ബാക്കി പോലീസുകാരും മറ്റെല്ലാവരും ഇവരെ 2 ദിവസമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പുലി പോലെ ഇരുന്ന അജയ് സാർ ഇപ്പൊ ഒരു എലി പോലെ ആയോ എന്നൊരു ഡൗട്ട്. കാരണം ഭൂമിയോട് ദേഷ്യപ്പെടുമെങ്കിലും ഭൂമിയുടെ കൂടെ ഒരു എന്തോ ഒരു അടുത്തിടപഴകല്, അതായത് ഒരു പ്രണയം മൊട്ടിടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയും സംസാരമൊക്കെ പോലീസുകാരുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ ഉള്ളിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, എന്തായിരിക്കും സാറ് എൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. അങ്ങനെ ചായയായിട്ട് വന്നു കഴിഞ്ഞ് നേരെ അജയുടെ ക്യാബിനിലോട്ട് ചെല്ലുമ്പോൾ അജയ് ചോദിക്കും, അതെ തന്റെ കേസ് അന്വേഷണമൊക്കെ എന്തായി? എന്റെ കേസ് അന്വേഷണത്തെ കുറിച്ചൊക്കെ സാറിന്റെ അടുത്ത് പറഞ്ഞു. സാറിന് ഭയങ്കര ദേഷ്യമല്ലേ? ഇല്ലടോ, തന്റെ ഒപ്പം ഞാൻ ഉണ്ടാവും. താൻ പറഞ്ഞോ, താനെന്ന് പറഞ്ഞില്ലേ ഏതോ ഒരു ലേഡിയുടെ കാര്യം, അതെവിടെയാണെന്നും എന്താണെന്നും ആ ഡേറ്റ് എപ്പോഴായിരുന്നു എന്നും ഒക്കെ ഉള്ള കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് തരാൻ പറയാം. അപ്പൊ ഭൂമി പറഞ്ഞു ആയിക്കോട്ടെ സാർ എന്ന് പറയും. ഭൂമിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അജയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നിലപാട് കേട്ടപ്പോൾ ഭൂമിക്കൊരു വല്ലാത്ത ഒരിത്. എന്നിട്ട് അജയ് പറയുന്നുണ്ട്, ഈ കേസ് അന്വേഷണത്തിൽ തനിക്കൊപ്പം ഈ അജയ് ഉണ്ടാവും പോരെ? അപ്പം ഭൂമി പറഞ്ഞു താങ്ക് യു സാർ, താങ്ക് യു, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയണേ. എന്നിട്ട് അജയ് പറഞ്ഞു, അതെ മറക്കണ്ട ഞാൻ പറഞ്ഞ കാര്യം കേട്ടല്ലോ. അതെ എങ്ങോട്ടാ പോവാനാ അതിന്റെ തനിക്ക് ടെൻഷൻ ഉണ്ടോ? അതല്ല, സാറിന് എന്താ പറയാനുള്ളത്? അതൊക്കെ പറയാടോ, അതിന് പറയാൻ പറ്റിയ ഒരു മൂടും കാര്യങ്ങളൊക്കെ വരണ്ടേ? അപ്പം ഭൂമി മനസ്സിൽ ചിന്തിക്കുന്നു ഇനിയിപ്പോ എന്തായിരിക്കും. എന്നിട്ട് അജയ് പറയുന്നുണ്ട്, അതെ അഞ്ജനയുടെ ഇന്നലെ ഒരു പൂജ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലേ? ആ അപ്പം ആ പൂജ സാധാ ഒരു പൂജയൊന്നും അല്ലായിരുന്നു, എല്ലാരും കൂടെ എന്നെ ഒളിച്ച് ഒരു വിവാഹം നിശ്ചയമായിരുന്നു. എനിക്ക് അഞ്ജനയുടെ കയ്യില് വിവാഹ മോതിരം ഇടേണ്ട ഒരു അവസ്ഥ വന്നു ഭൂമി. അവൻ ഭൂമി ഞെട്ടിത്തിരിക്കുന്നു, കാരണം അജയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു അഞ്ജന. അപ്പൊ ഇനി എന്താ ചെയ്യുക സാർ എന്ന് പറയും. അത് മുത്തശ്ശിയൊന്നും അവരുടെ മുന്നിൽ, അതായത് ആ പൂജാരിമാരും ഒക്കെ നിൽക്കുകയാണ്, അവരുടെ മുന്നിൽ മുത്തശ്ശിയെ ഓർത്ത് മാത്രമാണ് ഞാൻ ആ മോതിര വിരലിട്ടത്. പക്ഷെ ഒരിക്കലും അഞ്ജനയെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് തന്നെ തീരുമാനം അജയ് പറയാണ്. അങ്ങനെ ഭൂമിക്കും ഭയങ്കര ഒരു ഇതായിപ്പോയി, സാറിന് ഇഷ്ടമില്ലാണ്ട് ഒരു കല്യാണം. അപ്പൊ ഭൂമി പറയുന്നുണ്ട്, ആ കുടുംബത്തെ തന്നെ കുട്ടിയാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ സാർ ആ കല്യാണത്തിന് തയ്യാറാവാതെ? എടോ താൻ എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? എനിക്കൊരിക്കലും അതുമല്ല ഭവാനി ആന്റിയുടെയും അഞ്ജനയുടെയും ക്യാരക്ടർ, ഞാൻ അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളുടെ അടിമയായിട്ട് അവളുടെ ഇതിൽ കഴിയേണ്ടി വരും. എനിക്കൊരിക്കലും ഇഷ്ടമല്ല, കാരണം തനിക്ക് അവരുടെ ക്യാരക്ടർ ഒന്നും ശരിക്കും അറിയാത്തത് കൊണ്ടാ എന്നൊക്കെ അജയ് ഭൂമിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്, നമ്മുടെ അജയ് ഈ ഭൂമി പറഞ്ഞ അന്നത്തെ ദിവസം ഒരു സ്ഥലത്ത് ഇവരെല്ലാരും ഭവാനിയും കമാലൊക്കെ കൂടിയല്ലോ, അവിടുത്തെ കാര്യങ്ങളും അവിടെ ആരൊക്കെ വന്നു പോയി CC ക്യാമറയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള കാര്യങ്ങളും നടപടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ സൗഭാഗ്യപുരത്ത് സൗഭാഗ്യ മുത്തശ്ശി അജയുടെ മനസ്സ് മാറുന്നതിന് മുന്നേ തന്നെ, അതായത് ഈ വരുന്ന ഞായറാഴ്ച തന്നെ അജയുടെയും അഞ്ജനയുടെയും വിവാഹം നടത്തണം എന്ന കാര്യം തീരുമാനിക്കുകയാണ്. അപ്പോൾ സത്യദാസിനെയും മാധവനെയൊക്കെ അതിന് വേണ്ടുന്ന മുഹൂർത്തം ഞായറാഴ്ച പൂജാരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീയതി കുറിക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തോണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സംഗീതയുടെ അടുത്തും അതുപോലെ ഭവാനിയും അഞ്ജനയുടെ അടുത്തും വിവാഹ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ ഇന്ന് തന്നെ പോയി എടുക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പോയി പെട്ടെന്ന് ശരിയാക്കണം എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയാണ്. അപ്പം ഭവാനിക്കും അഞ്ജനയ്ക്കും ഭയങ്കര സന്തോഷാവാണ്. പക്ഷെ സംഗീത ആകെ അങ്ങ് ഡൗൺ ആയി പോയിട്ടോ, കാരണം ഈ വിവാഹം അമ്മ തീരുമാനിക്കുമെങ്കിലും അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. ആകെ ഒരു ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. അങ്ങനെ കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ നമ്മുടെ സൗഭാഗ്യപുരത്ത് തീരുമാനിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ അജയ് തിരിച്ച് സൗഭാഗ്യപുരത്തേക്ക് സ്റ്റേഷനിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പൊ അജയ് വരുമ്പോൾ ഒരു കല്യാണ ഒരുക്കത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്ത് ചെയ്യണോന്നറിയില്ല, അജയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ പോകണമെങ്കിൽ എന്താ ചെയ്യണേ എന്നുള്ള രീതിയിൽ. അങ്ങനെ അജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഈ കല്യാണം നടക്കും എന്നുള്ള കാര്യം. അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി തന്നെ മുൻകൈ എടുത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് മുടക്കാനായിട്ട് എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണമെന്ന് തീരുമാനിക്കണം. അങ്ങനെ നമ്മുടെ അജയ് ഭൂമിയെ വിളിക്കുകയാണ്. ഭൂമിയെ വിളിച്ചിട്ട് പറയും, അതെ ഞാൻ പറഞ്ഞ കാര്യം താൻ മറന്നുകൊണ്ട, നാളെ നമുക്ക് പോണം കേട്ടോ. ആ ശരി സാർ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അജയ് ഭൂമി റെഡിയായോന്ന് അറിയാൻ വേണ്ടി ഭൂമിയെ വിളിക്കുന്നുണ്ട്. അതേ ദിവസം ഞാൻ റെഡി ആയിട്ടുണ്ട്, എന്നാൽ ഞാൻ അങ്ങോട്ട് തൻ്റെ വീട്ടിലോട്ട് വരാം, എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് പറയണ. ആ ശരി എന്ന് പറയണം. അങ്ങനെ അജയ് നേരെ ഭൂമിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അഞ്ജനയുടെയും ഭവാനിയുടെയും മുഖമൊക്കെ മാറുകയാണ്. അല്ല അജയ് എവിടെ ഇരിക്കും ഇപ്പം, യൂണിഫോം ഒന്നും ഇടാണ്ട് പോകുന്നത്
പോകുന്നത്. അപ്പം നമ്മുടെ സംഗീത ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോനെ നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇല്ല, ഞാനിന്ന് ഒരാളെ കാണാനായിട്ട് ഒഫീഷ്യലായിട്ട് കാണാനായിട്ട് പോവാമേ, അതുകൊണ്ട് ഞാൻ യൂണിഫോം അല്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴത്തേക്കും അഞ്ജന പറഞ്ഞു, അമ്മേ ഇത് മിക്കവാറും അവളെ കാണാൻ പോയതായിരിക്കും, ആ ഭൂമിയെ, എനിക്ക് ഉറപ്പാ. അമ്മ നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കണം ഇവൻ എവിടെ പോണു എന്നുള്ളതൊക്കെ. അപ്പൊ ഭവാനി പറയും, അതെ, ഇനി നാളെയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മാത്രമായിട്ട് സ്വന്താവാനുള്ള ആളാണ്. ഇനി നീ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കാനായിട്ട് നിൽക്കണ്ട എന്നിങ്ങനെ പറയും. അതും ശരിയാണ്. കാരണം അവൻ അങ്ങനെയൊക്കെ നമ്മൾ അവനെ ഫോളോ ചെയ്ത് പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. അത് ഈ കല്യാണം മുടക്കാൻ വരെ സാധ്യതയുണ്ട്, അതും കൂടെ നീ ഓർക്കണം. അപ്പൊ അഞ്ജന പറഞ്ഞു, ശരിയാ അമ്മേ. എന്നിട്ട് അഞ്ജന പറയണേ, ഈ വിവാഹ മോതിരം ഒന്ന് അവളെ കാണിക്കണമായിരുന്നു. എനിക്ക് ഈ ഈ ഈ കാഴ്ച അവള് കണ്ട് അവള് ഞെട്ടണം. കാരണം അവൾ എന്നെ വെല്ലുവിളിച്ചവളാണ്. കാരണം അജയ് എൻ്റെ ആണെന്നും ഞാൻ അജയെ വിവാഹം കഴിക്കുമെന്നും അവൾ എന്നെ വെല്ലുവിളിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത് അവളെ കാണിക്കണം അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അത് കഴിഞ്ഞ് അജയ് ഭൂമിയുടെ വീട്ടിലോട്ട് ചെല്ലുന്ന, അങ്ങനെ ഭൂമിയും കൂട്ടിക്കൊണ്ട് ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അജയ് പറയുന്നുണ്ട്, എനിക്ക് തന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് പേഴ്സണലി. അപ്പം ഭൂമി ചോദിക്കും, എന്താ സാർ പറഞ്ഞോളൂ. അതെ, ഞാൻ തന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്താ ഈ പറയണേ സാറേ? അപ്പൊ പറയും, അതേടോ, ഞാൻ ശരിക്കും ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാണ്. അപ്പൊ ഭൂമി ചോദിക്കും, ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. അപ്പൊ പറഞ്ഞു, ആര് പറഞ്ഞു? എനിക്ക് തന്നോട് ശരിക്കും ഒരു സ്നേഹമൊക്കെ തന്നെ, സഹതാപം കൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പൊ ഭൂമി പറഞ്ഞു, അല്ല, അഞ്ജനയെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാറ് കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ് ഞാൻ. അല്ലാണ്ട് എന്നെ പോലൊരു പെണ്ണ് ആ സൗഭാഗ്യപുരത്തൊന്നും കാലെടുത്ത് വെക്കാൻ എന്ത് യോഗ്യതയാണ് സാർ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ഭൂമി പറയണ. തനിക്കേ ഉള്ളൂ യോഗ്യത എല്ലാം കൊണ്ടും, തൻ്റെ സ്വഭാവവും തൻ്റെ ക്യാരക്ടറും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ തുടക്കം മുതൽ ഞാൻ തന്നോട് ചില ശത്രുവായിട്ടൊക്കെ ഇങ്ങനെ ഇടപഴകിയെങ്കിലും എൻ്റെ ഉള്ളിൽ തന്നോടൊരു പ്രത്യേക റെസ്പെക്റ്റും സ്നേഹവും ഉള്ളിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ അജയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് ഭൂമിയോട് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട ഭൂമി ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഭൂമിക്ക് എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ അവര് സംസാരിച്ചതിന് ശേഷം നേരെ അജയ് നമ്മുടെ ഭൂമിയും കൂട്ടി നേരെ ഭൂമിയുടെ വീട്ടിലോട്ട് കൊണ്ടാക്കുകയാണ്. എന്നിട്ട് അജയ് വീട്ടിലെത്തുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും അവരെല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം ഭവാനി മുത്തശ്ശി ചോദിക്കും, അജയ് നീ അവിടെ ഒന്ന് നിന്നേ. അപ്പം അജയ് അവിടെ നിൽക്കുക. അതെ, നീ ഈ വിവാഹത്തിനൊന്നും നിനക്ക് താല്പര്യമില്ല. നീ എന്താണ് ഒന്നിനും ഒരു ഇതില്ലാണ്ട് ഒരു ഇതായി നടക്കണത്? നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. അപ്പോഴേക്കും നമ്മുടെ അജയ് പറഞ്ഞു, അതെ, മുത്തശ്ശിക്ക് അറിയാലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, നയന. പക്ഷേ അവളെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റാരെ സ്നേഹിക്കാൻ പറ്റൂല എന്നല്ല. ഞാൻ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഞെട്ടിന്. അപ്പോഴേക്കും ഭവാനിക്കും അഞ്ജനയ്ക്കും മനസ്സിലായിട്ടുണ്ട് ആ പെൺകുട്ടി ആരാണ് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ അജയ് പറയുന്നുണ്ട്, ഞാൻ ഭൂമിയെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഭൂമി ഒരുപാട് ഇഷ്ടമാണ് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അജയ് അങ്ങ് കയറി പോവാണ്. മുത്തശ്ശി ആകെ വല്ലാണ്ടായി പോവാണ്. സത്യദാസും അതുപോലെ മാധവനും സംഗീതം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ അജയ് ഇങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്കും ഭവാനി പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് മാറ്റാൻ വേണ്ടി, അതെ, അവൻ ഈ ഒരു വിവാഹം നമ്മൾ പറയാണ്ട് നിശ്ചയം നടത്തിയതിന്റെ ദേഷ്യത്തിനാ. അതുകൊണ്ട് അവൻ ചുമ്മാ ഇങ്ങനെ പറയണതാ, നമ്മളത് കാര്യമാക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ഭവാനി ആ വിഷയം പതുക്കെ മാറ്റി അങ്ങ് മറിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, അഞ്ജനയ്ക്ക് ഭയങ്കര ഒരു ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്താ ഏതാ ഇനിയിപ്പോ ഈ കല്യാണം നടക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ. അപ്പം ഭവാനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഇത് എന്തെങ്കിലുമൊക്കെ ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് അമ്മ ഭൂമിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുക്കണം. അപ്പം ഭവാനി പറയുന്നുണ്ട്, അതോർത്ത് മോള് വിഷമിക്കണ്ട, ഭൂമിയുടെ കാര്യത്തിൽ ഈ ഭവാനി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ മുത്തശ്ശി നമ്മുടെ മാധവനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പോവാണ്. കാരണം അജയുടെ കല്യാണം അജയ് എന്തായാലും വിളിക്കില്ല. അപ്പൊ അവരെ എല്ലാവരെയും ഒന്ന് വിളിക്കണം, പിന്നെ അജയുടെ സ്റ്റേഷനൊക്കെ ഒന്ന് കാണണം. അപ്പോഴേക്കും നമ്മുടെ അനുപമ പറയും, ഇതേ മുത്തശ്ശി ഞാനും കൂടെ വന്നോട്ടെ പ്ലീസ്, ഞാൻ ഇതുവരെ നമ്മുടെ അജയുടെ സ്റ്റേഷനും
കണ്ടിട്ടില്ല. പിന്നെ ആ ഭൂമിജയില് അതിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആഹാ എന്നാ വന്നോ, പക്ഷെ നിന്റെ വാ തുറന്ന് വല്ല കൊള്ളരുതായ്മ തരമൊക്കെ അവിടെ പറഞ്ഞുണ്ടല്ലോ, നല്ല അടി നീ മേടിക്കുമെന്ന് പറഞ്ഞു. ഇല്ല മുത്തശ്ശി, ഞാൻ മിണ്ടാതിരുന്നോളാന്ന് നമ്മുടെ അനുപമ പറയും കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നേരെ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അപ്പൊ ഈ സമയം നമ്മുടെ ഭൂമി ഈ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അജയുടെ ക്യാബിനിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അവർക്ക് പോലീസുകാർക്ക് അറിയാം ഇത് സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയാണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഇറങ്ങി ചെന്ന് മുത്തശ്ശിയെ അകത്തോട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ വന്ന ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, അജയുടെ വിവാഹമാണ് ഈ ഞായറാഴ്ച, നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാകണം, കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വിവാഹം നടക്കുന്നത് എന്നൊക്കെ പറയണ്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്നൊരു വരാം മുത്തശ്ശി എന്നൊക്കെ പറയണ്. അജയ് എവിടെ? അപ്പൊ ക്യാബിനിലുണ്ടെന്ന് പറയും. അപ്പൊ നമ്മുടെ അവിടെ നിന്നൊരു പോലീസ് പറയുന്നുണ്ട്, ഭൂമിജ വന്നിട്ടുണ്ട്, അവരെന്തോ കേസുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അങ്ങോട്ട് ചെല്ലണം. അങ്ങനെ മുത്തശ്ശിയെ കണ്ടത് ഭൂമി കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുന്നു. അങ്ങനെ അജയ് എഴുന്നേറ്റ് നിൽക്കും. മുത്തശ്ശി എന്താ ഇവിടെ? നിന്റെ കല്യാണം എവിടെയൊക്കെ ഒന്ന് ക്ഷണിക്കണ്ടേ, നീ എന്തായാലും ക്ഷണിക്കില്ല, അതുകൊണ്ട് വന്നതാ എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ അടുത്തോട്ട് മുത്തശ്ശി ചെല്ലുകയാണ്. കാരണം ഭൂമിയെ ഭയങ്കര ഇഷ്ടമാണ് സൗഭാഗ്യ മുത്തശ്ശിക്ക്. അങ്ങനെ അനുപമ ആദ്യമായിട്ടാണ് ഭൂമിയെ കാണുന്നത്. അപ്പൊ അനുപമ കണ്ണ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നു. കാരണം ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുട്ടി. കാരണം അജയ് എന്നോട് പറഞ്ഞായിരുന്നല്ലോ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഭൂമിനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞല്ലോ. ചുമ്മാതല്ല, അവർ തമ്മിൽ എന്ത് നല്ല ചേർച്ച എന്നൊക്കെ അനുപമ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, അജയുടെ വിവാഹമാണ്, മോൾ എല്ലാ കാര്യത്തിനും തുടക്കം മുതൽ അവിടെ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടതും ഭൂമി അജയുടെ മുഖത്തോട്ട് നോക്കിയാണ്. അജയ് ഭൂമിയുടെ മുഖത്തും എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അനുപമയെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി നമ്മുടെ ഭൂമിയെ മോളുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. മോൾ എന്തായാലും കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ഒരു ക്ഷണക്കത്തൊക്കെ ഭൂമിക്കും കൊടുക്കുകയാണ്. അങ്ങനെ അജയ് പറയുന്ന മുത്തശ്ശി പൊക്കോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞിട്ട് അവരെ യാത്ര അയക്കുകയാണ്. അതിനുശേഷം ഭൂമിയും അജയ് എന്ത് തീരുമാനിക്കും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു പിടുത്തമില്ല. ഈ സമയത്ത് അജയ് പറയാം, അതവിടെ നിൽക്കട്ടെ, നമുക്ക് കേസിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ അജയ്ക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. അപ്പൊ ആ ഡീറ്റെയിൽസ് എടുത്ത് നോക്കണം. അപ്പം ഭൂമി തൊട്ടിപ്പുറത്ത് ഇരിക്കുകയാണ് ഓപ്പോസിറ്റ്. അജയ് നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്നത് സൗഭാഗ്യപുരത്തെ ഒരു വണ്ടി നമ്പറാണ്. അത് ആരാണ് എന്താണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ CC ക്യാമറയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആദ്യം ഒരു ലേഡി, പിന്നെ രണ്ട് ജെൻസും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ജെൻസും ഒരു ലേഡിയും വരുന്നുണ്ട്. അപ്പൊ അത് ഭൂമിയാണെന്നൊക്കെ അജയ് കാണുന്നുണ്ട്. പക്ഷെ ഈ ഭവാനിയെ കണ്ട അജയ് ഞെട്ടിത്തരിക്കുകയാണ്. കാരണം ഇതിന്റെ പിന്നിലുള്ള കറുത്ത കൈകൾ, അച്യുതന്റെ കൊലപാതകത്തിന്റെ കറുത്ത കൈകൾ ഭവാനിയുടേതാണ് എന്ന സത്യം ഭൂമി കണ്ടെത്തിയ തെളിവുകളെല്ലാം വളരെ കൃത്യമായിരുന്നു. അത് അജയ്ക്ക് ആ നിമിഷം മനസ്സിലാവാനായിട്ടോ. അങ്ങനെ അജയ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഭൂമിയായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പം ഭൂമി പറയുന്നുണ്ട്, സാർ എല്ലാം വ്യക്തമായിട്ട് അറിയാൻ പറ്റും, കുറച്ചൊക്കെ കണ്ടു, എന്തായാലും നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഭൂമിയും പറഞ്ഞു വിടുകയാണ്. അപ്പൊ അന്നേ ദിവസം നമ്മുടെ ഭവാനി നമ്മുടെ കമാലിനെ വിളിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ ഭൂമിയെ കൊന്നിരിക്കണം എന്നുള്ള ഓർഡർ കൊടുക്കുകയാണ്. അപ്പം അജയ് ഇതിന് ശേഷം ഭവാനിനെയും അഞ്ജനെയും നല്ലപോലെ വീട്ടിലാണെങ്കിലും നല്ലപോലെ വാച്ച് ചെയ്യണം. ഇവരെന്താണ്, ഇവരുടെ നീക്കങ്ങൾ എന്താണ്, നിലപാട് എന്താണ്. അങ്ങനെ ഭവാനി റൂമിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് അജയ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഫോൺ വെച്ച ശേഷം ഭവാനി വെളിയിൽ താഴോട്ടൊന്ന് ഇറങ്ങി പോകുമ്പോൾ അജയ് നേരെ റൂമിൽ ചെന്ന് ഭവാനിയുടെ ആ ഫോൺ എടുത്തിട്ട് അതിൽ ആ ലാസ്റ്റ് വിളിച്ച കോൾ അജയുടെ ഫോണിലോട്ട് ആ നമ്പർ സെൻഡ് ചെയ്യും. എന്നിട്ട് അജയ് നേരെ ഫോൺ അവിടെ വെച്ചിട്ട് അജയുടെ റൂമിൽ നിന്നിട്ട് ആ ഫോൺ നമ്പറിലോട്ട് കോൾ ചെയ്യുമ്പോൾ ഒരു ആ ഫോൺ എടുക്കുന്നത്. അജയ് അപ്പൊ തന്നെ കട്ട് ചെയ്യട്ടോ. എന്നിട്ട് നേരെ സൈബർ സെല്ലിൽ ഈ നമ്പർ കൊടുത്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ എനിക്ക് വേണമെന്ന് പറയണേ. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അജയ്ക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അത് കമാൽ എന്ന പേരിലുള്ള ഒരാളാണെന്നും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടുകയാണ്. അങ്ങനെ അജയ് ഭവാനിനെ തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എപ്പോഴും ഭവാനി വീണ്ടും റൂമിൽ നിന്ന് ആ ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്ന സമയം ഭവാനിയുടെ ഫോൺ എടുത്തിട്ട് അജയ് കമാലിന് മെസ്സേജ് അയക്കുകയാണ്. അതായത് താൻ ഇപ്പോൾ എവിടെയാണ്? അപ്പൊ പറഞ്ഞു, മാഡം തിരിച്ച് റിപ്ലൈ ടൈപ്പ് ചെയ്ത് അയക്കുകയാണ്, മാഡം പറഞ്ഞ കാര്യത്തിനായി ഞാൻ പോവാണ്, താൻ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഭൂമിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. ഇത് കേൾക്കണതും അജയ് പെട്ടെന്ന് അങ്ങ് ഷോക്കാവാണ്. ഭൂമിയുടെ വീട്ടിലോ? അപ്പോ കമാല് പറയുന്നുണ്ട്, മാഡം പറഞ്ഞ ആ കർത്തവ്യം ഞാൻ നിർവഹിച്ച് നാളെ രാവിലെ തന്നെ ഞാൻ വിളിച്ചോളാം, മാഡം ഇനി എന്നെ വിളിക്കാനായിട്ടോ മെസ്സേജ് അയക്കാനായിട്ടോ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അജയ് പെട്ടെന്ന് ഓക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ഒക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെക്കണം. എന്നിട്ട് അജയ് വേഗം തന്നെ
പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് പോകണമെന്നും പറഞ്ഞ് റെഡിയായി ഭൂമിയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ എല്ലാരും ചോദിക്കും ഈ രാത്രി എന്താ, അത് ഏതോ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിനായിട്ട് പോയേ പറ്റുള്ളൂ മുത്തശ്ശി, ഞാൻ പോയിട്ട് വേഗം വരാന്ന് പറയണ. അപ്പൊ അത് ആർക്കും സംശയമൊന്നും തോന്നിയില്ല. ഭവാനിക്കും ഓക്കെ, അവന്റെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ, അങ്ങനെ പോയതാണെന്ന് കരുതി അവരാരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അജയ് വേഗം ഭൂമിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും കമാല് ഭൂമിയുടെ വീട്ടിന്റെ മതിലിനകത്തോട്ട് കയറി കഴിഞ്ഞു. എൻ്റെ അകത്ത് കയറിയാണ്. അകത്ത് കയറി ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതും സാഹസികമായിട്ട് നമ്മുടെ അജയ് വരികയും ഭൂമി രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഞെട്ടലോടെ ഭൂമി അലറി വിളിക്കുകയാണ്. ആ സമയത്ത് അജയ് പെട്ടെന്ന് തന്നെ കമാലിനെ അടിച്ച് നിലം പതിക്കുകയാണ് കേട്ടോ. എന്നിട്ടും കമാല് രക്ഷപ്പെടാനായിട്ട് കിടന്ന് കൊതറി മറിയാണ്. അജയ് വിട്ടിട്ടില്ല. അജയ് പറയും ഭൂമി ലൈറ്റ് ഇട. അങ്ങനെ ഭൂമി പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ട് ഈ മുഖം മൂടി ഊരി മാറ്റാൻ പറയും. പക്ഷെ ഭൂമിക്ക് പറ്റിയില്ല. അവസാനം അജയ് കമാലിനെ കീഴ്പ്പെടുത്തി ആ മുഖം മൂടി മാറ്റുകയാണ്. അങ്ങനെ പോലീസുകാരെ വിളിച്ചു വരുത്തി പെട്ടെന്ന് തന്നെ ഈ കമാലിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഭൂമി പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ അജയ് ഭൂമിനെ നേരെ അമ്മാവന്റെ വീട്ടിലോട്ട് ആക്കുകയാണ്. കാരണം താൻ ഇന്ന് ഇവിടെ നിൽക്കണ്ട, കാരണം സേഫ് അല്ല എന്ന് പറയണേ. എടോ, നമ്മൾ എന്തായാലും കേസിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ ഭൂമിയെ സത്യദാസിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ സത്യദാസ് ഇല്ല. അപ്പൊ അവിടുത്തെ സർവൻസ് മാത്രമേ ഉള്ളൂ. സാർ ഇവിടെ ഇല്ലല്ലോ, അത് കുഴപ്പമില്ല, ഞാൻ അമ്മാവനോട് വിളിച്ചു പറഞ്ഞോളാം, എന്തായാലും ഇന്ന് ഈ കുട്ടി ഇവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഭൂമിയുടെ അടുത്ത് പറയും. ഭൂമി അകത്തോട്ട് ചെന്നു കഥ കടച്ച് കിടന്നു കേട്ടോ, ഒന്നും ടെൻഷൻ ആവണ്ടെന്ന് പറയും. ഭൂമിക്ക് അപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ പിറ്റേ ദിവസം അജയുടെ കല്യാണമാണ്. അപ്പം ഇതിന്റെ എല്ലാ കാര്യങ്ങളും എടുപിടിന്ന് അജയ് എല്ലാം റെഡിയാക്കി സെറ്റാക്കി നിർത്താൻ കേട്ടോ. അങ്ങനെ പോലീസുകാരുടെ അടുത്ത് പറയും, രാവിലെ തന്നെ കമാലിനെ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഈ സത്യം, കമാലെ എല്ലാ സത്യങ്ങളും പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഭവാനിയാണെന്നും അച്യുതനെ കൊലപ്പെടുത്തിയത് താനാണെന്നും മാഡം പറഞ്ഞിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അജയുടെ അടുത്ത് പറയണ. ഞെട്ടലോടുകൂടി തന്നെ അജയ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്. എന്തുകൊണ്ട് അച്യുതനെ കൊലപ്പെടുത്തി എന്ന ഞെട്ടിക്കുന്ന സത്യം കൂടെ അജയ് മനസ്സിലാക്കിയാണ്. കാരണം തൻ്റെ അമ്മാവൻ്റെ, അതായത് സത്യദാസ് അമ്മാവൻ്റെ മകളായ അഭിരാമിയാണ് ഈ ഭൂമി എന്ന സത്യവും അജയ് തിരിച്ചറിയണം കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ, കാരണം നാളെ വിവാഹമാണ്. ആ സമയത്ത് തന്നെ മുത്തശ്ശിയുടെ മുന്നിൽ ഈ സത്യങ്ങളൊക്കെ ഭവാനി അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്താൻ വേണ്ടി അജയ് തയ്യാറായി നിൽക്കണം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് കമാലിനെ കൊണ്ടുപോയി കോടതിയിൽ എല്ലാ മൊഴികളെല്ലാം കൊടുത്തിട്ട് ഭവാനി അറസ്റ്റ് ചെയ്യാനുള്ള പേപ്പറുമായിട്ട് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ വരാനായിട്ട് പോലീസുകാരുടെ അടുത്ത് പറയണം. അങ്ങനെ അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ എല്ലാവരും അജയ് ഒരു സന്തോഷക്കുറവൊന്നും ഇല്ലാണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരു വരനെ പോലെ ഒരു കല്യാണ ചെറുക്കനെ പോലെ തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ തയ്യാറായി. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. അഞ്ജനയ്ക്കും ഭവാനിക്കും ആണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ് ഇത്. കാരണം ഇതിൽ കൂടുതൽ ഒരു സന്തോഷം ഇനി വരാനില്ലല്ലോ. അങ്ങനെ എല്ലാവരും ക്ഷേത്രത്തിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് അജയ് ഭൂമിയെ വിളിക്കുന്നു. കാരണം ഭൂമിയെ വീട്ടിലും കണ്ടില്ല, ഇവിടെയും കണ്ടില്ല. താൻ എവിടെയാ ഇത്? അതെ, ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും അജയ് ഫോൺ കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പം നല്ല സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് ഭൂമി വരെയാണ്. അപ്പൊ എല്ലാവരും ഭൂമിയെ നോക്കുന്നുണ്ട്. അനുപമ പോലും ഭൂമിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞു. അങ്ങനെ മുഹൂർത്തം എടുത്തു. അപ്പോഴേക്കും അജയുടെ കയ്യിൽ താലി കൊടുത്തു. അങ്ങനെ അഞ്ജനെ താലി ചാർത്താനായിട്ട് പറയുമ്പോൾ അജയ് പറയും, മുത്തശ്ശി, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. എന്താ നീ പറയണ അജയ്? നീ എന്താ ഈ പറയണ? ഈ ഒരു മുഹൂർത്ത സമയത്ത് അഞ്ജനയുടെയും ഭവാനിയുടെയും മുഖം മാറി മറിയാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അങ്ങനെ അജയ് പറയുന്നുണ്ട്, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞല്ലോ എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്. മോനെ, എന്തൊക്കെയാണെങ്കിലും അതൊക്കെ മുന്നേ കൂട്ടി പറയണം. ഈ മുഹൂർത്ത നിമിഷത്തിൽ അഞ്ജനയെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിട്ടല്ല പറയുന്നത്. എനിക്ക് എന്താണെങ്കിലും അഞ്ജനെ വിവാഹം കഴിക്കാൻ പറ്റില്ല മുത്തശ്ശി എന്ന് തീർത്ത് അജയ് പറയാൻ കേട്ടോ. അജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അജയ് ആ ഒരു നിലപാടിൽ തന്നെ നിന്നു. സംഗീതയ്ക്ക് അറിയാം അജയ് എന്തായാലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയും, നിന്റെ മുറപ്പെണ്ണാണ് അഞ്ജന, അവളെ നീ വിവാഹം കഴിച്ചേ പറ്റൂ. അപ്പോഴേക്കും നമ്മുടെ അജയ് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അഭിരാമിയെ വിവാഹം കഴിക്കുന്നതിൽ മുത്തശ്ശി എതിർപ്പ് പറയുമെന്ന് ചോദിക്കും. ഇല്ല, എന്തിനാ? കാരണം നിന്റെ അഭിരാമിയുടെ വിവാഹമാണ് നടക്കേണ്ടത്. അഭിരാമി 22 വർഷങ്ങൾക്ക് മുന്നേ കാണാണ്ടായി, ഒരു അറിവും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മോനെ അഞ്ജനെ ഇപ്പൊ വിവാഹം കഴിക്കാൻ ഞാൻ
നിന്നോട് പറഞ്ഞത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കാണ് ആ പോലീസുകാര് നമ്മുടെ കമാലിനെയും കൊണ്ടും അതുപോലെ ഭവാനി അറസ്റ്റ് ചെയ്യാനുള്ള ആ പേപ്പറുമായിട്ട് പറഞ്ഞത്. സാർ ദേ ഭവാനി മേഡത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പേപ്പർ കോടതിയിൽ നിന്ന് കിട്ടിയാണെന്ന് പറയും. അപ്പോഴേക്കും എല്ലാരും അന്താളിച്ച് നിൽക്കുന്നത്, എന്താ ഈ പറയണേ? അപ്പോഴാണ് അജയ് ആ സത്യങ്ങളൊക്കെ മുത്തശ്ശിയുടെ മുന്നിലോട്ട് വിളമ്പുന്നത്. 22 വർഷങ്ങൾക്ക് മുന്നേ ഈ നിൽക്കുന്ന സത്യദാസ് അമ്മാവന്റെ മകളെ കൊല്ലാനായിട്ട് ഈ നിൽക്കുന്ന ഭവാനി ആന്റി നമ്മുടെ അച്യുതന്റെ കയ്യിൽ ഏൽപ്പിച്ച നമ്മുടെ അഭിരാമിയാണ് ഈ നിൽക്കുന്ന ഭൂമി. ഭൂമി ആകെ അങ്ങ് ഷോക്കായി പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ അജയ് എല്ലാ സത്യങ്ങളും അവിടെ മുത്തശ്ശിയുടെ മുന്നിൽ പറയണേട്ടോ. ഇത്രയും നമ്മുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഇത്രയും കളികൾ കളിച്ച ഒരു കൊലപാതകിയാ മുത്തശ്ശി ഈ നിൽക്കുന്ന ഭവാനി എന്ന് പറയുന്നത്. സത്യദാസിന് അങ്ങോട്ട് ദേഷ്യം പറയണേ, എൻ്റെ മകളെ എന്നിൽ നിന്ന് അകത്തിയ നീയാണോടി എന്നുള്ള രീതിയിൽ. ഇതെല്ലാം കേട്ട മുത്തശ്ശി ഭവാനിയുടെ നേരെ ചെന്നിട്ട് മുഖത്തോട്ട് ആഞ്ഞങ്ങ് അടിക്കുകയാണ്. നിനക്ക് എന്ത് ധൈര്യം ഇരുന്നോടി ഈ ഒരു സാഹസികത കാണിക്കാൻ എന്ന രീതിയിൽ മുത്തശ്ശി പറയണ. അഞ്ജന അമ്പരന്ന് നിൽക്കണ്. ഭവാനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി എന്ന രീതിയിൽ. അങ്ങനെ മുത്തശ്ശി ചെന്ന് ഭൂമിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ സത്യദാസും അതുപോലെ എൻ്റെ മോളെ എൻ്റെ കൺവെട്ടത്ത് ഉണ്ടായിട്ട് എനിക്ക് എൻ്റെ മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂമിക്ക് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കാനായിട്ടോ. ഭയങ്കര ഷോക്കായിപ്പോയി. സംഗീതയും മാധവനും അതുപോലെ അനുപമയും ഒക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അഞ്ജനയുടെ ഉള്ളിൽ ഇതാ ഭൂമിയാണോ ഈ അഭിരാമി എന്ന ഞെട്ടലോടെ അഞ്ജനയും നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാര് നമ്മുടെ ഭവാനിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ കാഴ്ച ഞെട്ടലോടെ കണ്ടു നിൽക്കുകയാണ് നമ്മുടെ അഞ്ജന. അപ്പം ഭൂമി അങ്ങനെ എല്ലാവരുടെ മുന്നിലും സങ്കടപ്പെട്ട് ആ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും നമ്മുടെ അജയ് പറയും, ഇനി എൻ്റെ അഭിരാമി വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പ് മുത്തശ്ശിക്കുണ്ടോ എന്ന് ചോദിക്കാം. ഒരു എതിർപ്പും ഇല്ല, എനിക്ക് സമ്മതേ ഉള്ളൂ എന്നിങ്ങനെ ആ മുത്തശ്ശി പറയണേ. അങ്ങനെ ആ അമ്പലനടയിൽ വെച്ച് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അച്ഛനായ സത്യദാസും പറയുന്നുണ്ട്, എൻ്റെ മകളെ അജയ്ക്ക് കൊടുക്കമ്മേ എന്നിങ്ങനെ സത്യദാസും പറയണ. അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഭൂമിയെ സത്യദാസ് താലി ചാർത്തുന്ന ആ ഒരു നല്ല മുഹൂർത്തമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഇത് ഇനി വരുന്ന നമ്മുടെ ഇവർ വിവാഹിതരാൽ എന്ന പരമ്പരയുടെ ഒരു അപ്കമിങ് ഒരു പ്രൊമോയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. കാരണം എല്ലാ സത്യങ്ങളും അറിയുന്ന ഭൂമിക്ക് ഭയങ്കര ഒരു ഇതായി പോവാണ്. കാരണം എന്ന് വെച്ചാൽ താൻ ഈ കുടുംബത്തെ എൻ്റെ മകളാണോ, അപ്പൊ തൻ്റെ അച്ഛനും അമ്മയും അഭിരാമി അതെല്ലാം ആ സത്യങ്ങളൊക്കെ നമ്മുടെ ഭൂമി തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് കേട്ടോ. അങ്ങനെ അജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ലൊരു മുഹൂർത്തമാണ് ആ നടക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.